ശ്രദ്ധിച്ചോ. ഇനി അടുത്ത ശ്രദ്ധിക്കുന്ന ബാറ്ററിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ ബാറ്ററി അല്ലേ ശ്രദ്ധിക്കണം. ഒരു ബാറ്ററി അല്ലേ, ഇപ്പോൾ എക്സാമ്പിൾ എന്താണ് 12 വോൾട്ട് 150 AH ബാറ്ററി എന്നൊക്കെ പറയും അല്ലേ. 150 AH ബാറ്ററി എന്ന് പറയും. ഈ ബാറ്ററി തന്നെ പല ടൈപ്പ് ഉണ്ട്. C10 എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ്. C20 എന്ന് പറയുന്നത് കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ്. ഓക്കെ, C10 എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയും C20 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ്. ഇക്കാര്യം മനസ്സിലായല്ലോ അല്ലേ. C10 നല്ലതാണ്. അതുപോലെ ഇതിനേക്കാളും നല്ലതാണ് സോളാർ C10. സോളാർ C10 എന്ന് പറഞ്ഞാൽ സോളാറിൽ ഉപയോഗിക്കേണ്ട ബാറ്ററിയാണ്. ഇതൊക്കെ നോർമൽ ഇൻവെർട്ടറിലേക്ക് ഉപയോഗിക്കേണ്ട ബാറ്ററിയാണ്. ശരിക്കും നമ്മൾ സാധാരണ ഇൻവെർട്ടറിൻ്റെ കേസിൽ നമ്മൾ കറണ്ട് പോകുന്ന 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ മാത്രമേ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുകയും അത് തിരിച്ച് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് സോളാർ ഇൻവെർട്ടറിൻ്റെ കേസിൽ പകൽ മൊത്തം ബാറ്ററി ചാർജ് ഫുള്ളാക്കിയിട്ട് രാത്രി മൊത്തം 100% ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഹെവി ഡ്യൂട്ടിയാണ് ശരിക്കും സോളാർ ബാറ്ററിക്ക് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സൈക്കിൾ തന്നെ വരും, ഒരു ചാർജിങ് വരും, ഒരു ഡിസ്ചാർജിങ് വരും. അങ്ങനെ വരുന്ന സമയത്ത് ലൈഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് സോളാർ ബാറ്ററി തന്നെ വയ്ക്കണം. സാധാ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ 2-3 വർഷം കൊണ്ട് ബാറ്ററി കേടായിപ്പോൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ശ്രദ്ധിക്കും. ഇതിൽ ഒരു ബാറ്ററിൻ്റെ വോൾട്ടേജ് 12 വോൾട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ, നോർമലി എവറേജ് വോൾട്ടേജാണ് നമ്മളതിൽ പറയുന്നത്. ഒരു ബാറ്ററി ലോ ആയിക്കഴിഞ്ഞാൽ അത് 10 വോൾട്ടാണ് ലോ വോൾട്ടേജ് എന്ന് പറയുന്നത്. പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 14.6 ആണ് പീക്ക് വോൾട്ടേജ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും വോൾട്ടേജ് കാണിക്കാം. ഈ ബാറ്ററി വോൾട്ടേജ് തീരെ ഡൗൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി ഇപ്പോൾ കുറഞ്ഞിട്ട് ബാക്കപ്പ് കിട്ടാത്ത പോലെ വരും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ബാറ്ററി വോൾട്ടേജ് ക്ലിയർ ആണ്. 12 വോൾട്ട് നമ്മൾ പറയുന്ന റഫ് ആയിട്ടുള്ളൊരു വോൾട്ടേജാണ്. അപ്പോൾ 4 ബാറ്ററി സീരീസ് വെച്ചാൽ 48 വോൾട്ട് കൃത്യമല്ല ഉണ്ടാവുക, 50ൻ്റെ മുകളിൽ പോകും. മനസ്സിലായല്ലോ. കാരണം 14.6 ആണ് അതിൻ്റെ പീക്ക് വോൾട്ടേജ്. മനസ്സിലായല്ലോ. അപ്പോൾ വോൾട്ടേജ് എന്താണെന്നുള്ള ഏകദേശം പറഞ്ഞു, ബാറ്ററി വോൾട്ടേജ്. ഇനി AH എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 150 AH. അത് ആംബിയർ ഇൻറ്റു അവർ എന്നുള്ള എൻ്റെ ആംബിയർ അവർ എന്നാണ് അതിനെ പറയുക. AH എന്ന് വെച്ചാൽ നമ്മൾ 50 ആംബിയറാണ് ബാറ്ററിയിൽ ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് എത്ര മണിക്കൂർ കിട്ടും എന്നുള്ളത് നമുക്ക് ഈ AHൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 150 AH ബാറ്ററി ആണെങ്കിൽ 50 ആംബിയർ വെച്ച് ഡിസ്ചാർജ് ചെയ്താൽ 150/50 എന്ന് വെച്ചാൽ 3 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. മനസ്സിലാവല്ലേ. ഇനി 10 ആംബിയറിലാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ 15 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. പറഞ്ഞാൽ മനസ്സിലാവും. ആംബിയർ ഇൻറ്റു ഹവറാണ് AH. അപ്പോൾ ആംബിയർ ഡിസ്ചാർജ് ചെയ്യുന്ന കറണ്ട് നമുക്ക് അറിയുകയാണെങ്കിൽ ഇപ്പോൾ 10 ആംബിയറിലാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ 150/10 = 15 മണിക്കൂർ എന്നുള്ള കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. എത്ര മണിക്കൂർ ബാക്കപ്പ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ AH വെച്ചിട്ടാണ് നോക്കേണ്ടത്. ക്ലിയർ അല്ലേ പറഞ്ഞേ? ഓക്കെ, ഇത് ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി ഒരു ബാറ്ററിയിൽ എത്ര യൂണിറ്റ് സ്റ്റോർ ചെയ്യുന്നുള്ളത് സിമ്പിളായിട്ട്. അത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1000 വാട്ട് 1 അവർ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ്. 1000 വാട്ട് 1 മണിക്കൂർ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ എന്ന് വെച്ചാൽ വാട്ട് അവർ. മനസ്സിലാവും. അപ്പോൾ ഈ ബാറ്ററി എത്ര വാട്ട് അവർ ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. പിന്നെ വാട്ട് അവർ അല്ല നമുക്കറിയില്ല. അവർ എന്ന് വെച്ചാൽ അവർ. അപ്പോൾ ഓൾറെഡി ഇവിടെ അവർ ഉണ്ട്. ഈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് അവർ കിട്ടും. എന്ന് വെച്ചാൽ 150 AH ഇൻറ്റു 12 വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ട് അവർ കിട്ടും. എത്ര വരിക? 150 ഇൻറ്റു 1800 വാട്ട് അവർ ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ 1.8 മണിക്കൂർ അല്ലേ. 1000 വാട്ട് വെച്ച് കൺസ്യൂം ചെയ്താൽ അത് 1.8 മണിക്കൂറാണ് കിട്ടുക. പറഞ്ഞാൽ മനസ്സിലാവും. വാട്ട് അവർ ബാറ്ററിൻ്റെ വാട്ട് അവർ അനുസരിച്ചിട്ടാണ് അതിൻ്റെ കപ്പാസിറ്റി. ക്ലിയർ ആണോ? ബാക്കപ്പ് എത്ര യൂണിറ്റ് സ്റ്റോറേജ് ഉണ്ട്. എക്സാമ്പിൾ ഇതിൽ 1.8 യൂണിറ്റ് ആണ് ഈ 150 AH ബാറ്ററിയിൽ സ്റ്റോറേജ് ഉള്ളത്. 1.8 യൂണിറ്റ്. മനസ്സിലായല്ലോ അല്ലേ? വാട്ട് അവർ. ഇത് മനസ്സിലായല്ലോ. വാട്ട് എന്ന് വെച്ചാൽ വോൾട്ടേജ് കറണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 12 വോൾട്ട് ഉണ്ട് 150 AH മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക് വാട്ടേജും വരുന്നുണ്ട്, അവറും വരുന്നുണ്ട്. വാട്ട് അവർ ആയിട്ട് മാറും. 1200 വാട്ട് അവർ ആണ് ആ ബാറ്ററിൻ്റെ കപ്പാസിറ്റി.
1500 എന്ന് വെച്ചാൽ 1000 വാട്ട് വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരുന്ന 1.8 മണിക്കൂർ കിട്ടും. 1.8 യൂണിറ്റാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാവും. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു ബാറ്ററി കേട്ടോ, ഒരു 12 വോൾട്ട് ബാറ്ററി. രണ്ടാമതൊരു ബാറ്ററിയും കൂടി സീരീസ് കൊടുത്താൽ എത്ര വോൾട്ടായിട്ട് കിട്ടും? 24 വോൾട്ടായിട്ട് കിട്ടും. അത് സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്. ഓക്കെ. ഇനി ഈ 12 വോൾട്ട് 100 AH ബാറ്ററിയും ഇത് 150 AH ബാറ്ററി ആണെങ്കിലോ അപ്പോഴും കിട്ടുന്ന എത്ര വോൾട്ടാണ്? 24 വോൾട്ട് തന്നെ കിട്ടും. പക്ഷേ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഡിഫറെൻറ്റ് AH ആണെങ്കിൽ ഒരിക്കലും സീരീസ് കണക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റി എന്ന് വെച്ചാൽ C10 C20 ഒരിക്കലും സീരീസ് കൊടുക്കാൻ പാടില്ല. മനസ്സിലാവും? ശ്രദ്ധിക്കുന്നില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, 2 പാത്രങ്ങൾ വെച്ച പോലെയാണ്. 2 കപ്പാസിറ്റി ഉള്ള 2 പാത്രം. ഇതിലേക്ക് നമ്മൾ സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ചെയ്യുമ്പോൾ സെയിം കറണ്ടാണ് പോവുക അല്ലേ? ഒറ്റ പാത്താണ്. അതുകൊണ്ട് സെയിം കറണ്ട്. ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഒരേ പാത്താണ്. ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും സെയിം പാത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ആദ്യം അറിയുന്നത് ചെറിയ ടാങ്കായിരിക്കും. എന്ന് വെച്ചാൽ 100 AH ബാറ്ററി ആയിരിക്കും ഫസ്റ്റ് ഫുള്ളാവുക. അപ്പോൾ ഇത് ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ളാവാൻ വേണ്ടി നിൽക്കുന്നതോറും ഇത് ഓവർ ചാർജ് ആയിപ്പോൾ ഇത് നിറഞ്ഞു ഒഴിക്കുക അല്ലേ? ഒരേപോലെയാണ് വെള്ളം അതിലേക്ക് വീഴുന്നതെങ്കിൽ മനസ്സിലാവുന്നത്. അപ്പോൾ 2 കപ്പാസിറ്റി ഉള്ള ബാറ്ററികൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം ലോ കപ്പാസിറ്റി ബാറ്ററി ഡാമേജ് ആവും. അതേപോലെ തന്നെയാണ് C10 C20 ഒരുമിച്ച് 150 AH ആണെങ്കിൽ പോലും C20 C10 സീരീസ് കൊടുക്കാൻ പാടില്ല. C20 കുറഞ്ഞ ക്വാളിറ്റിയാണ്, അത് കേടായിപ്പോൾ. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ 2 വ്യത്യസ്ത കപ്പാസിറ്റി ഉള്ള ബാറ്ററികൾ, ക്വാളിറ്റി ഉള്ള ബാറ്ററികൾ സീരീസ് കൊടുക്കാൻ പാടില്ല. സെയിം കറണ്ടാണ്. ഇനി നമുക്ക് പാരലൽ കൊടുക്കുന്ന കേസിൽ ഇപ്പോൾ 2 ബാറ്ററി പാരലൽ കൊടുക്കുകയാണ്. ഒരു 150 AH ബാറ്ററിയും ഒരു 100 AH ബാറ്ററിയും പാരലൽ കൊടുത്താൽ നെറ്റ് റിസൾട്ട് എത്രയാണ്? 250 AH ആണ്. ഒരു 100 AH ഒരു 150 AH. ഇത് 12 വോൾട്ട് ആണെങ്കിൽ ഇത് 12 വോൾട്ട് സെയിം വോൾട്ടേജ് മാത്രമേ പാരലൽ കൊടുക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി പാരലൽ കൊടുക്കുന്ന കേസിൽ ഒരു 150 ഒരു 100 പാരലൽ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് റിസൾട്ട് 250 AH ആണ്. അത് മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ പല കപ്പാസിറ്റി പാരലൽ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ പാരലൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സെയിം വോൾട്ടേജ് ആയിരിക്കാം. ഒരു 12 ഒരു 24 വോൾട്ടും കൂടി കൊടുക്കരുത്. അത് പിന്നെ അറിയാമല്ലോ. പാരലൽ കൊടുക്കുമ്പോൾ AH മാറിയാൽ കുഴപ്പമില്ല. C20 പാരലൽ കൊടുത്താലും കുഴപ്പമില്ല. കാരണം ഒരേ വോൾട്ടേജിലേക്കാണ് ചാർജർ സെറ്റ് ചെയ്യുക. ബാറ്ററി ചാർജിങ് ചെയ്യുക 14.6 എത്തിക്കുന്ന രീതിയിലാണ്. അത് ആദ്യം കുറഞ്ഞ ക്വാളിറ്റി ബാറ്ററി അല്ലെങ്കിൽ കുറഞ്ഞ കപ്പാസിറ്റി ഫസ്റ്റ് ചാർജ് ആവും. പിന്നെ ചാർജ് ചെയ്താൽ അത് ചാർജ് ആവുന്നതിനനുസരിച്ച് തന്നെ ഇവിടത്തേക്കും ഒരേ കറണ്ട് ഫ്ലോ വരികയാണല്ലോ. ഒരേപോലെ 2 ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീതി കൂടിയ ടാങ്കിൽ അറിയാൻ കുറേ സമയം എടുക്കും. പാരലാകുമ്പോൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് മാത്രമായിട്ട് നിറഞ്ഞു വരില്ല. കാരണം രണ്ടിലും ഒരേപോലെ ലെവൽ പൊങ്ങി വരുള്ളൂ പാരലാകുമ്പോൾ. പാരൽ എന്ന് വെച്ചാൽ തമ്മിൽ കണക്ട് ചെയ്ത പോലെ കാണാം. 2 ടാങ്കുകൾ, 2 വ്യത്യസ്ത കപ്പാസിറ്റിയുള്ള ടാങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരിക്കലും ഒന്നിലൊരു വോൾട്ടേജും രണ്ടാമത്തെ വോൾട്ടേജും വരില്ല. 2 14.6 ആക്കുമ്പോൾ ചാർജർ കട്ട് ചെയ്യും. അതുകൊണ്ട് പാരലൽ കൊടുക്കുന്നതിന് വലിയ ഇഷ്യൂ ഇല്ല. മനസ്സിലാവാതെ സീരീസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? അത് ക്ലിയർ അല്ലേ?